അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ ഇത് പറയരുത്. ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം. എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല വരേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം. ഖജനാവിൽ അവിടെ പൈസ ഇല്ലാതെ പോയി. എന്തുകൊണ്ടാണ് ഖജനാവിൽ എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി? ജനങ്ങളുടെ തെണ്ടേണ്ട കാര്യം എന്താ മുഖ്യമന്ത്രിക്ക്? ചോദിക്കാം. തിരിച്ചു ചോദിക്കും. പ്രളയമല്ല, ഏത് ദുരന്തം വന്നാലും ഈ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ചോദിക്കും. തൊട്ടിട്ടില്ല. അതാ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ ഹാഷ്മി പറഞ്ഞത്. ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനൊരു ദുരന്തം വന്ന സമയത്തേക്ക് ഇന്നലകളിൽ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ 31 വൈകിട്ട് ജനങ്ങളുടെ അടുത്തുനിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെയെന്ന് ചോദിക്കും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഖിൽമാരാർക്ക് ഇത്തരത്തിൽ പകയുടെ ആഘോഷം എന്ന മട്ടിൽ ഈ വെഞ്ചിൻ വീട്ടിൽ ദുരന്തം നടക്കുമ്പോൾ നടുപുറക്കി അടി കൊടുക്കും. ഈ ദുരന്ത മുഖത്ത് ഇത്തരത്തിൽ അസ്ഥാനത്തെ ഉപമ കൊണ്ടുവരുന്ന മനോവൈകല്യമല്ലേ അഖിൽമാരാ? ഒരു മനോവൈകല്യം ഹാഷ്മി. ഇത് കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ മനോവൈകല്യം. കാര്യം കക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്താണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിച്ച പൈസ വന്നില്ല? ആദ്യത്തെ 7 ദിവസം എന്തുകൊണ്ട് പൈസ വരുന്നുണ്ടെന്നേ അതങ്ങനെ അഖിലിനറിയാം. CPM-ന്റെ മെമ്പർമാർ 1000 രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ ഫസ്റ്റ് ഡേ വരണം. അല്ല, ഇത് CPM മെമ്പർമാരുടെ മാത്രം ഒരു ബേജാറാണോ ഇങ്ങനൊരു സംഭവം വരും? പണം വരാത്തതിന്റെ കാരണം പാർട്ടിക്കാർക്ക് പോലും വിശ്വാസമില്ല. ശ്രദ്ധിക്കടാ, കേരളം ഇതുവരെ കാണാത്ത ദുരന്തമാണ്. നമ്മൾ നേരിടാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. മുഖ്യമന്ത്രി പണം പിന്നെ ആരോട് ചോദിക്കും? അതിന് തെണ്ടുകളാണോ? സംസ്ഥാന ഖജനാവിൽ പൈസ എന്താ ഇല്ലാതെ പോയത്? അത് വേറെ വിഷയമല്ലേ? കോട്ടാത്തലയാണെങ്കിൽ അഖിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മണ്ണിനടിയിലാണെങ്കിൽ ഈ ദിവസം ഈ പോസ്റ്റ് ഇടുമെങ്കിൽ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അതിനൊരു പക്ഷേ എനിക്ക് സമയം കിട്ടത്തില്ല. ഞാൻ മാറിയിരുന്ന ഞാൻ വീണ്ടും തന്നെ എഴുതും. അവിടെ ആ സമയത്ത് മോട്ടിക്കാൻ വന്ന് അവൻ അടിയും കൊടുക്കും. അങ്ങനെ പറയും. ബന്ധുക്കളും എന്റെ ബന്ധുക്കളും മണ്ണിനടി കിടക്കുമ്പോൾ അവിടെ ഇവരെ സഹായിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും. ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയിടും. ഫേസ്ബുക്കിൽ ഇടുന്നല്ല ഈ ചോദ്യം. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായതുകൊണ്ടോ? പണ്ട് ഈ ചോദ്യം നാട്ടിൽ ചോദിച്ചോണ്ടിരുന്നതാ. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. സത്യം പറഞ്ഞു, ആ പണം അവിടെ പോയി. അയ്യോ, എനിക്കിപ്പോ ബോധം പോയി. വാങ്ങിയ എന്താ എങ്ങനെയാണെന്നും സർക്കാർ തിരിച്ചു വാങ്ങിയ എങ്ങനെയാണെന്നും ആളുകൾ കൊടുത്ത എങ്ങനെയാണെന്നും ഒരൊറ്റ ഫോൺ കോളിൽ അറിയാവുന്നതേ ഉള്ളൂ. ആ ഫോൺ കോൾ അറിയാതെ ഊഹാപോഹം പടുന്നത് ശരിയാണോ? അതും ദുരന്തമുഖത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. ഇപ്പോഴും ദുരന്തമുഖം എന്ന് പറയുന്നത് തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഒരു പരിപാടി. ദുരന്തമുഖം എന്നല്ല, എവിടെ കാണിച്ചാലും ജനങ്ങൾ ചോദിക്കണം ഹാഷ്മി. അതും ശരിയാ. കാരണം ഇതിനകത്ത് ഫസ്റ്റ് കള്ളം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. എന്താ? ഒരു 4900 ചില്ലുവാനം കോടി രൂപ ഈ പറഞ്ഞ ഹാഷ്മിയുടെ തന്നെ പഴയ ഇൻട്രോയിലെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആടിനെ വിറ്റ പൈസയും പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും ഭിക്ഷ എടുത്ത പൈസയും മീൻ വിറ്റ പൈസയും എല്ലാം കൂടെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് ജനം കൊണ്ട് കൊടുത്തു. ഇതിന്റെ കണക്ക് എനിക്ക് കൊട്ടാരക്കര താലൂക്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ ഇനി കണക്കും ചോദിച്ച് വിവരാവകാശം ചോദിച്ചു പോണമെന്ന് പറയുന്നതല്ല എന്റെ ശരി. അതാണ് എന്റെ ശരി. ലാപ്ടോപ്പ് ആരോപണം 100% പൊളിഞ്ഞില്ലേ അഖിൽ? എന്തുകൊണ്ട് പൊളിഞ്ഞില്ല? ഇവരിനി നാറാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ സ്റ്റേറ്റ്മെന്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇന്നലകളിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. KSF ഒക്കെ രണ്ടാമത് വരുന്നതാണ്. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി. കണക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% മുഖ്യമന്ത്രി ദുരിതാശ്വാസ പൈസ കൊടുക്കും. അപ്പൊ ഇവരൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ചേട്ടൻ ശുദ്ധനും നല്ലവനുമാണല്ലോ, അതുകൊണ്ട് പലതും പിടികിട്ടിയെന്ന് വരില്ല. അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് KSF ലാപ്ടോപ്പ്. ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. KSF ലാപ്ടോപ്പ് 81.43 കോടി. ഞാൻ രഹസ്യം വിളിച്ചു വെക്കുന്നില്ല. KSFക്ക് ലാപ്ടോപ്പ് കച്ചവടം ചെയ്യാം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അവർക്ക് ലാപ്ടോപ്പ് മേടിക്കാം, ലാപ്ടോപ്പ് കൊടുക്കാം, മാസം പൈസ മേടിച്ച് അത് ചെയ്യാം. ഒരു പ്രശ്നമുള്ളതാണ്, സന്തോഷമുള്ള കാര്യമാണ്. കൊടുത്തോ. പദ്ധതി പൊളിഞ്ഞു. വിദ്യാശ്രീ പദ്ധതി പൊളിഞ്ഞല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് പിടിയും കിട്ടും. ഞങ്ങളുടെ കച്ചവടം ചെയ്യാൻ വേണ്ടി KSF തീരുമാനമെടുത്തു. അതിൽ തന്നെ അഴിമതിയാ, പോട്ടെ. അതൊന്നും നമ്മുടെ വിഷയമല്ല. അവരെന്തോ കാണിച്ചോട്ടെ. ഈ ലാപ്ടോപ്പുകൾ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വാങ്ങി? അത് മുഖ്യമന്ത്രി രണ്ടാമത് പറഞ്ഞ കള്ളത്തരം. കോവിഡ് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു. പച്ചക്കള്ളത്തരം. ഇത് കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം. കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത്. പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഈ ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാനാണോ ഈ പാവപ്പെട്ട മനുഷ്യർ മൊത്തം ഈ പൈസ കൊണ്ട് കൊടുത്തത്? അതിനും കൂടിയാണ്. ഈശ്വര,
ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. KSFE ഇത് പർച്ചേസ് ചെയ്ത് കൊക്കോണിക്സിന്റെ 15,000-നും ബാക്കി ലെനോവോ 17,000-നും 18,000-നും. എടാ ഒരു ഏത് നാട്ടും പുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം, ഒരു 100 എണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും 1000 മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക്. നീ ഒന്നും പണയണ്ട. 10,000 രൂപയ്ക്ക് താഴെ കിട്ടേണ്ട സാധനം. അയ്യോ അങ്ങനല്ലെന്നേ. സർക്കാർ സംവിധാനം അതിന്റേതായ വ്യവഹാരങ്ങളുണ്ട്, അതിന്റേതായ ഉത്തരവുകളുണ്ട്, അതിന്റെ ടെൻഡറുകളുണ്ട്, പർച്ചേസ് പേപ്പറുണ്ട്, പർച്ചേസ് മാനുവൽ ഉണ്ട്. അതിന് പ്രകാരമേ വരൂ ഈ കാര്യം. ആയിക്കോട്ടെ, അപ്പൊ അത് കള്ളത്തരവ് സമ്മതിച്ചാൽ മതി. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങണം. കറക്റ്റായിട്ട് കള്ളത്തരം കാണിച്ചു. അതെങ്ങനെ കളർ കാണിക്കാൻ? രണ്ട് രീതി ചെയ്യാം. അഴിമതി മനോഹരമായ വൈറ്റാക്കി ചെയ്യാൻ പറ്റും. ഒരു തോന്നലല്ല. സപ്പോസ് ഈ ഫോൺ സാംസങ് S24 അൾട്രാ, ഇതിന് 1,20,000 വില ഉണ്ടെന്ന് വെച്ചോ. ഹാഷ്മിക്ക് ഞാനൊരു ടെൻഡർ തരികയാണ്. ഹാഷ്മി ആരാണ്? സാംസങ്ങിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. 50,000 ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു. ഇതിന് പൊതുമധ്യത്തിലെ വില 1,20,000 രൂപ. 50,000 എണ്ണം ഓർഡർ തരുമ്പോൾ പുല്ല് പോലെ ഹാഷ്മി എനിക്ക് ഒരു 40,000 50,000 രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും. പക്ഷേ ബില്ല് 1,20,000 എനിക്ക് തരൂ. ഓരോരോ തട്ടിപ്പുകളെ. ബില്ല് അവിടെ തരൂ. ബാക്കി പരിപാടി ഉടായിപ്പാ. ഇത് ആർക്കറിഞ്ഞൂടാ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. തോന്നുന്ന ഇത് രേഖാപരമായി തെളിയിക്കാൻ ഒരു രേഖയും അഖിൽമാരുടെ പക്കലില്ല. ഇല്ല, പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ബോധമുള്ളവന് മനസ്സിലാവും. ഇതൊരു നടക്ക് പോണ കേസല്ല. മോണിഷാരെ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബോധമുള്ള ഒരു ജനതയ്ക്ക് മനസ്സിലാവും. 55,000 ലാപ്ടോപ്പിന് വിപണിയിലുള്ള വിലയെക്കാട്ടിയും ഒരു ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഇവർക്ക് കിട്ടിയേക്കാം, എന്തുകൊണ്ട് ബില്ല് ഈ റേറ്റിൽ വരുന്നു, എത്ര രൂപ മോട്ടിച്ചിട്ടുണ്ട്. 193 ലാപ്ടോപ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നില പൈസ കൊടുത്തപ്പോ വെറും 2,000 ചില്ലുവാനം ലാപ്ടോപ്പിനുള്ള പൈസ മാത്രമേ ഇവർക്ക് CSR ഫണ്ട് വഴി പോലും കിട്ടിയിരുന്നുള്ളൂ. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന ആ സമയത്ത്. ഇത് എന്തിനു പിന്നെ ഈ പണിക്ക് പോയി? കുട്ടികൾക്ക് പഠിക്കാനാണ് ആർക്ക് കൊടുത്തു? കുട്ടികൾക്ക് കൊടുത്തു. അതിന് കയറ്റും ഇൻകിമിന്റെ സാക്ഷരതാ മിഷന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തു. ഞാൻ പറയാം ഇവിടെ എന്തിനാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ഇതെന്താണ്? ഇത് കോവിഡ് സമയമാണ്. ഞാൻ പറയുന്നത് പിന്നെ പറയാം. കൊടുത്തത് 2021 സെപ്റ്റംബർ 17-ാം തീയതിയാണ്. കോവിഡ് കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ഇത് സ്കൂളിലാണ് കൊടുത്തത് ലാപ്ടോപ്പ്. അത്രയെങ്കിലും കോമൺ സെൻസ് ചിന്തിക്കുക. ഇരുട്ടുകൊണ്ട് ഓട്ടം അടിക്കരുത്. അതിപ്പോ അഖിൽമാരല്ല, ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? അല്ല, ലാപ്ടോപ്പ് എവിടാ കൊടുത്തത്? സ്കൂളിൽ കൊടുത്തു. എങ്ങനെ ഇരിക്കണം? കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊടുത്തു. ഞാൻ പറയണം, സ്കൂൾ തുറക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകുമോ? ഞാൻ പറയുന്നു ആ കാര്യം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അഖിൽമാരാർ ഇതാണെങ്കിൽ 15 എണ്ണം എന്താണ് ഓഫീസിൽ കെട്ടിക്കിടന്ന് നശിച്ചു പോകാൻ KSFE വാങ്ങിയത് മത്തിയോ ചാളയോ അല്ല, HP-യുടെയും ലെനോവോയുടെയും ലാപ്ടോപ്പാണ്. ഞാനിപ്പോ അടുത്ത 4,708 ലാപ്ടോപ്പുകൾ നശിച്ചുപോയി എന്ന് പറഞ്ഞ് KSFE ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണോ? ഒന്ന് പറയുന്നത് കേൾക്കൂ. മത്തിയും ചാളയൊന്നും അല്ല. 4,708 ലാപ്ടോപ്പ് നശിച്ചുപോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു തരണം. ഒന്ന് പറയുന്നത് നമ്മൾ ചർച്ച ജനങ്ങൾ കൊടുത്തത് ഇതിനു വേണ്ടിയാണോ? ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ പ്രതിപക്ഷത്തെ കണ്ടുപിടിച്ചോട്ടെ. അഖിൽമാരാർ ഇത് നമ്മൾ കൊടുത്തത് KSFE വരെ കൊടുത്തത് ലെനോവോയുടെയും HP-യുടെയും ലോകോത്തര ലാപ്ടോപ്പാണ്. നല്ല സംശയമുണ്ടോ? അല്ല, HP പ്രോസസറിൽ പാവപ്പെട്ട കുട്ടികളെ പറ്റിക്കാൻ. അല്ല, HP അതും കയ്യിൽ നിന്ന് പോയി. KSFE-യുടെ ഉദ്ദേശം കോവിഡ് കാലഘട്ടത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് 5 ലക്ഷം പേർക്ക് ലാപ്ടോപ്പ് കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പൈസ ഇട്ട് കൊടുക്കണം. അതെങ്ങനെ ശരിയാവുന്നത്? പറയുന്ന എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞോട്ടെ, എനിക്കിതെല്ലാം അറിയാം. ഇത്ര നേരം മാന്യമായിട്ട് പെരുമാറിയത് ഇതെനിക്കറിയാം. അറിയില്ല. നിങ്ങൾക്കാണ് അറിഞ്ഞൂടാത്തത്. എനിക്കറിയാം, ഉത്തരവുണ്ട്. ഇത് 2ാമത് ഭേദഗതി ചെയ്ത് കൊണ്ടുവന്നതാ. ചെയ്ത ഫസ്റ്റ് പണി, ഇവരുടെ ആദ്യത്തെ കള്ളത്തരം, ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കുട്ടികൾക്ക് പൈസ കൊടുത്താൽ ഈ അഴിമതിയിലെ കാശടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലാപ്ടോപ്പിന് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും മുളഞ്ഞിരിക്കത്തുള്ളൂ. അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അഖിൽമാരാരുടെ രാഷ്ട്രീയ തോന്നലാണ്. ഞാൻ ഈ ഭൂമിയിൽ ഇവിടെ നടക്കുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ ഏത് രീതിയിൽ കളിച്ചാൽ പൈസ കിട്ടുമെന്ന് അറിയാവുന്ന ഒരാളാണ്. ഈ കള്ളത്തരങ്ങൾ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഇനി ഓണക്കിറ്റും ഞാൻ പറയാം.
ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പറയാം. അല്ല ആദ്യം തീരുമാനമാക്കാം രണ്ടും പറയാം. വിട്ടില്ലേ ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിവരം കണ്ടവരാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം മനസ്സിലാകത്തുന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു അഖിൽമാരുടെ വാക്ക് കേട്ടുണ്ടെന്ന് പ്രകമ്പനം കൊള്ളുവോ അതിനൊന്നും മറുപടി പറയുന്നതിനുള്ള സമയമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ കൊടുക്കുന്ന ഇതിൽ വന്ന ഫണ്ടുകൾ മുഴുവനും നിങ്ങൾക്ക് അതിന് വെബ്സൈറ്റിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് പോകുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം, വിവരാവകാശ രേഖകളോട് അറിയാം. പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തക്കാർക്കും സ്ഥാപിത താല്പര്യർക്കും ഒരു ഫണ്ട് കൊടുത്ത് തട്ടിപ്പ് നടത്തി എന്ന് ഇയാൾ പറയാനാണ്? ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? താങ്കൾ ഈ ഷോയിൽ വെച്ച് തന്നെ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 99 സീറ്റോടുകൂടി രണ്ടാം വട്ടവും തെരഞ്ഞെടുത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ഭരണഘടന വോട്ട് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി താങ്കൾ തെമ്മാടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ സംസാരിച്ചു. താങ്കൾക്ക് ഇതിനുള്ള റൈറ്റ് എന്താണ്? ഞാൻ തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ പരനാറി എന്നാക്കാൻ. തെമ്മാടി എന്നത് മാറ്റി വേണമെങ്കിൽ പരനാറി എന്നാക്കാൻ. കാര്യം അത് മഹത്തായ പദമാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും. MK പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി മുൻ മന്ത്രിക്കെതിരെ ഒരു ഇതുമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് അത് പറയാമെങ്കിൽ, ഒരു ബിഷപ്പിനെ നിഷ്ഠജീവി എന്ന് വിളിക്കാമെങ്കിൽ, അല്ലെങ്കിൽ എടോ പോടോ എന്ന് വിളിച്ച് സംസാരിക്കാമെങ്കിൽ, ശുംഭയ ഉൾപ്പെടെ പല വാക്കുകൾ ഇതൊക്കെ അദ്ദേഹത്തിന് സമ്മാനിക്കാമെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാട് കേരള സമൂഹത്തിൽ ഒരുപാട് മോശം കാണിച്ചിട്ടുള്ള ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന, കാരണം അനുഭവം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഡേറ്റാസ് കൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അത് വിളിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനിൽ എനിക്കുണ്ട്. ഞാനത് മുമ്പും പരസ്യമായി ഒരു പബ്ലിക് വേദിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കെതിരെ മുൻപ് കേസെടുത്തിട്ടുണ്ട്. അത്തരം കേസുകൾ എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും